നമുക്കറിയാം നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വരെ മിസൈൽ പതിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അത് പതിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അത് അനുഭവിച്ചവരാണ് ജയ്സാൽമീറിലെ ആൾക്കാർ. അപ്പോൾ കഷ്ടിച്ച് തലനാരിഴയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം നമ്മളോട് പങ്കുവെക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. ആയിരങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് മിസൈൽ വന്ന് വീണത്. ജയ്സാൽമീറിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്തുള്ള ബഡോഡ ഗ്രാമം ശനിയാഴ്ച ഉണർന്നത് അതിഭീകരമായ ഒരു ശബ്ദം കേട്ടായിരുന്നു. രാവിലെ കൃഷിയിടത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. സ്കൂളും ആശുപത്രിയുമൊക്കെയായി ആയിരക്കണക്കിന് പേർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ബഡോഡ. അവിടെയാണ് ഈ മിസൈൽ പതിച്ചത്. ആ മിസൈൽ വന്ന് പതിച്ച സ്ഥലത്ത് ഇപ്പോഴും കാണാം ഈ അഗാധ ഗർത്തം. ये 10 तारीख का सुबह जल्दी का प्रोसेस, जैसे सुबह 4:30 बजे का है। यहाँ बहुत बड़ा धमाका हुआ है, बम का है। उसमें लमसम कोई 100 के आसपास चिंगारियाँ थी। कोई मेरे घर के, कोई मेरे चाचा जी के घर पे, जैसे काफ़ी चिंगारियाँ उड़ी थी। हमारे घर पे कोई बाल बच्चे थे। सब पहले सब धमाका हुआ तो उसमें सभी जाग चुके थे। 5 मिनट के लिए तो उजाला हो गया था। അന്ന് വന്ന് പതിച്ച മിസൈലിൻ്റെ ഭാഗങ്ങളാണിത്, ലോഹഭാഗങ്ങൾ. ഇങ്ങനെ ഒരു 500 മീറ്റർ വിസ്തൃതിയിലൊക്കെ തന്നെ ഈ മിസൈലിൻ്റെ പല ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പല മേഖലകളിലായി ഇവിടെ ഒരു മരമുണ്ട്. ആ മരവും ഈ മിസൈലിൻ്റെ വന്ന് പതിച്ചതിൽ പിന്നെ തകർന്ന് വീഴുന്ന കാഴ്ചയും നമുക്ക് കാണാം. उस दिन सब मिसाइल आई थी पाकिस्तान की, उसने हमारे जाबाजू ने मार गिराई है। और ये हमारे भाई का घर है और कई घरों के अंदर भी नुकसान हुआ है। अंदर छत भी देख लो, और वहाँ गिरा था यहाँ से 50 मीटर 70 मीटर पे, और बाकी आग ही आग हो गया था, पूरा धुआं धुआं। കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഈ വീട്ടിലുള്ള ആളുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ വീടിനോട് തന്നെ ചേർന്നുള്ള ഈ സ്ഥലത്ത് ആടുകളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ മിസൈലിൻ്റെ ഒരു ഭാഗം വന്ന് പതിച്ചത്, പൊട്ടിത്തെറിച്ച ഒരു ഭാഗം വന്ന് പതിച്ചത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും ഈ കത്തിക്കരിഞ്ഞ നിലയിലുള്ളത്. പിന്നീട് ഇവർ പോലീസിനെ വിളിച്ചറിയിച്ചു. അതിനു പിന്നാലെ പോലീസും സൈന്യവും ചേർന്ന് ഈ മിസൈൽ നിർവീര്യമാക്കി. ജയ്സാൽമീറിൽ നിന്ന് VS രാഹുലിനൊപ്പം അനിൽ വാസുദേവ്, 24.